ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഖൗഫുമുണ്ട്, ഒരു ഹുസ്നുമുണ്ട്. എന്താണ് ആ ഒരു ഖൗഫ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞപ്പോൾ അവനെ കുറിച്ച് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, അവനെ കുറിച്ച് ലജ്ജിക്കുന്ന ഒരു തരം ദുഃഖം. നരകത്തെ കുറിച്ചുള്ള ഭയം പോലുമല്ല, ലജ്ജിക്കുന്ന ഒരു തരം ദുഃഖം, ഒരു തരം ഭയവും ഒരു തരം ദുഃഖവും. ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ എന്റെ റബ്ബിനൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം. ഇതില്ലാത്ത കാലത്തോളം നിസ്കാരിക്കുന്നവന് നിസ്കാരം ഏറെയായി തോന്നും, അമലുകൾ ഏറെയായി തോന്നും, ദിക്ർ ഏറെയായി തോന്നും, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നും. അള്ളാഹുവിനെ അടിമ അറിഞ്ഞാൽ ആ അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തിട്ടില്ല എന്ന് തോന്നും. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ പലതവണ ബസ്രയിൽ സന്ദർശിക്കാനുള്ള ഒരു അവസരം ആയുസ്സിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മഹാനവറുകളുടെ മഖ്ബറയുടെ തലഭാഗത്തെ ഒരു ശിലാഫലകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഹസനുൽ ബസ്രിയുടെ ഒരു പൊന്നു പോലെയുള്ള ആപ്തവാക്യം. എന്താണ് ഹസനുൽ ബസ്രിയുടെ പൊന്നു പോലെയുള്ള അൽ ഖൗലു ദഹബി എന്ന് പറയാവുന്ന ഒരു വാക്ക്? ഒരു ഗോൾഡൻ സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ തലക്ക് മുകളിൽ. എന്താ? ഞാൻ പരിശുദ്ധ കലാമിനെ എന്റെ ഉസ്താദ് എനിക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ എന്ന ആയത്തിന്റെ വാതിൽ എന്റെ ഉസ്താദ് എനിക്ക് തുറന്നു തന്നു. ഏതൊരാൾക്കും റിസ്ക് കൊടുക്കാൻ അള്ളാഹു ഏറ്റിട്ടുണ്ട് എന്ന ഒരു വാക്ക് പഠിച്ചതിൽ പിന്നെ റിസ്ക്കിനെ കുറിച്ചുള്ള ഒരു ആവലാതിയെ ഞാൻ ഓടിയിട്ടേയില്ല. അത് എന്റെ ഉത്തരവാദിത്തമല്ല, എന്റെ റബ്ബിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ എന്റെ അമലിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോൾ അമലിലൂടെ കടന്നു പോകുന്ന ആയത്തുകളിലെല്ലാം അല്ലാഹു തആല നീ അമൽ ചെയ്തോ, അമൽ ചെയ്തവരുടെ കൂട്ടത്തിൽ പെട്ടാലേ, ഈമാൻ നേടിയവരുടെ കൂട്ടത്തിൽ പെട്ടാലേ നീ ജയിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്റെ അമലിലും എന്റെ ഈമാനിനും വേണ്ടിയുള്ള ആദിയിലും ദുഃഖത്തിലും ഞാൻ പരക്കം പാഞ്ഞു. എല്ലാ വൈകുന്നേരവുമാകുമ്പോഴും എനിക്കൊരു ദുഃഖം മാത്രമാണ് ഉണ്ടായത്. എന്ത്? ഒരു ദിവസം കഴിഞ്ഞു പോയിട്ടും ഒരു അമൽ കൂട്ടാൻ കഴിഞ്ഞില്ലല്ലോ, അള്ളാഹുവിനെ കുറിച്ച് ഒരു തിരിച്ചറിവ് കൂടിയില്ലല്ലോ എന്ന രൂപത്തിലല്ലാതെ എനിക്കൊരു സന്ധ്യയും കടന്നു പോയിട്ടില്ല എന്ന് സയ്യിദുനാ ഹസനുൽ ബസ്രി മഹാനവറുകളെ പറ്റി ഇമാമുന യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറയുന്നത് വഹുവ സയ്യിദു താബിഈന ഫിൽ ഇൽമി എന്ന. വിജ്ഞാനത്തിൽ താബിഈങ്ങളിൽ സയ്യിദാണ്, നേതാവാണ് ആര്? മഹാനായ സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഇതാണ് ഈ ഖൗഫും ഹുസ്നും. അള്ളാഹുവിനെ ഒരു അടിമ അറിഞ്ഞാൽ ആ അടിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖം ബാധിക്കില്ല. ഒരു ദുഃഖം ഉണ്ടാവും. എന്റെ റബ്ബിനെ കുറിച്ച് ലജ്ജയുള്ള ഒരു ദുഃഖം, എന്റെ റബ്ബിന് ഞാൻ നന്ദി കേട് കാട്ടിയല്ലോ എന്ന ഒരു ഭയവും ദുഃഖവും. റബ്ബിനൊന്നും കൂടുതൽ ചെയ്യാൻ, റബ്ബിന്റെ മുന്നിൽ റബ്ബിനെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖവും, റബ്ബിനെ എതിര് വന്നു പോയാലോ എന്ന പേടിയും. അതാണ് ഖൗഫും ഹുസ്നും. മറ്റവരുടെ ചിന്തയിലേ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മഹാനായ സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആരിഫീങ്ങൾ പറയുമ്പോൾ അവർ കാര്യത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലാക്കിയ ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ വാതിൽ തുറന്നു കിട്ടും. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് മനുഷ്യരെ കുറിച്ച്, മുഅ്മിനീങ്ങളെ കുറിച്ച്? അൽ ഹുറു ഹുവല്ലദീ തഹററ മിൻ ദിബ്ഖത്തിൽ അഗ്യാരി ലഹു ഹുബ്ബൻ വഇറാദതൻ വമൈലൻ വതഅളീമൻ വസ്തിനാസൻ വമുസാകനതൻ വൽമുലാഹള വഗരിഖ ഫീ ഹളറത്തിൽ ജബ്ബാർ സുബ്ഹാന ജല്ല വഅല. ബഹുമാനപ്പെട്ടവർ പറയാണ് അൽ ഹുറു, സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ അല്ലദീ തഹററ മിൻ ദിബ്ഖത്തിൽ അഗ്യാർ, മറ്റുള്ളവരുടെ എല്ലാം ഊരാക്കുടുക്കുകളിൽ നിന്നും രക്ഷപ്പെട്ട് സ്വതന്ത്രനായി പോന്നവനാണ്. അല്ലാഹു അല്ലാത്തവരുടെ എല്ലാ ഇബക്കത്തിൽ അവരുണ്ടാക്കിയ കെട്ടുപാട് വളയങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വതന്ത്രരായി പോന്നവരാണ്. ഹുബ്ബൻ വ ഇറാദതൻ വ മൈലൻ വ തഅളീമൻ വ ഇസ്തിനാസൻ വ മുസാകനതൻ വ മുലാഹള. മറ്റുള്ളവരോടുള്ള പ്രേമം, മറ്റുള്ളവരെ ഉദ്ദേശിക്കുക, മറ്റുള്ളവരെ പരിഗണിക്കുക എന്ന്. എന്നാ പരിഗണിക്കണ്ടേ? അള്ളാഹുവിലൂടെ പരിഗണിക്കും. മുത്തുനബിയെ പരിഗണിക്കുന്നത് അള്ളാഹുവിലൂടെയാണ്. സിദ്ദീഖുൽ അക്ബർ പരിഗണിക്കുന്നത് അള്ളാഹുവിലൂടെയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളെ പരിഗണിക്കുന്നത് അള്ളാഹുവിലൂടെയാണ്. ഉസ്മാൻ നൂറൈനിയെ പരിഗണിക്കുന്നത് അള്ളാഹുവിലൂടെയും, അലിയുൽ മുർത്തളയെ പരിഗണിക്കുന്നത് അള്ളാഹുവിലൂടെയും, ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പരിഗണിക്കുന്നത്, സുൽത്താൻ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായിയെ പരിഗണിക്കുന്നത്, എല്ലാ മശായിഖന്മാരെയും പരിഗണിക്കുന്നത് അള്ളാഹുവിലൂടെയാണ്. വേറെ ഒന്നും അവരെ ചിന്തയിലില്ല. ആരാ സ്വതന്ത്രൻ? സ്വതന്ത്രൻ എന്നാൽ മനുഷ്യർ ഉണ്ടാക്കിയ കെട്ടുകുടുക്കുകൾ. ഈ പറയപ്പെട്ട ആളുകളൊന്നും അവരുടേതായ ഒരു കെട്ടുകുടുക്ക് നമുക്ക് തന്നിട്ടുമില്ല. ആരുടേതല്ലാതെ? അള്ളാഹുവിൻ്റെതല്ലാതെ. മുത്തറസൂൽ പഠിപ്പിച്ചത്, മുത്തറസൂലിന്റെ ഒരു കയ്യാമം നമ്മളെ കയ്യിൽ വെച്ചിട്ട് മുത്തുനബി വലിക്കാനല്ല,
എല്ലാ കെട്ടുപാടുകളിൽ നിന്നും രക്ഷപ്പെട്ട് നിങ്ങൾ അള്ളാഹുവിൽ സ്വതന്ത്രരാകുക എന്ന് പഠിപ്പിക്കാനാണ് മുത്തുനബി വന്നിട്ടുള്ളത്. അല്ലാതെ മുത്തുനബി മനുഷ്യരെ കേവലം അടിമയാക്കാൻ വന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ. എങ്ങാനും ഒരാൾ മുത്തുനബിക്ക് അടിമയാകാൻ തീരുമാനിച്ചാൽ അവൻ നേരായ വഴിക്കാണെങ്കിൽ അടിമയായത് ആർക്ക് തന്നെയാണ്? അള്ളാഹുവിന് തന്നെ. ആരാണ് സ്വതന്ത്രൻ? സ്വതന്ത്രനല്ലാതെ ഇത് ചെയ്യാൻ കഴിയില്ല. സ്വതന്ത്രനല്ലാതെ ഇത് ചെയ്യാൻ കഴിയില്ല. ചിന്തിക്ക്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിറങ്ങുമ്പോഴും അവറാൻകുട്ടിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് എന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോക്കാണെന്ന് വിചാരിക്കുക. പിന്നെ എന്തിനാണോ ഈ തവക്കൽതു അലല്ലാഹ്? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ എങ്ങനെങ്കിലും കമ്മിറ്റിന്റെ ഉള്ളിൽ കയറാൻ നോക്കണം. കമ്മിറ്റിന്റെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിറങ്ങണോന് എന്തിനാണ് പിന്നെ എന്റെ തവക്കൽതു അലല്ലാഹ്? ഇവിടെ തൊപ്പിടാതെ ഇവിടെ തൊപ്പിട്ടിട്ട് കാര്യമല്ല. ഇവിടെ താടി ഉണ്ടാകാതെ ഇവിടെ താടി ഉണ്ടായാൽ ഒരു കാര്യമല്ല. ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ സ്വാതന്ത്ര്യത്തിൽ എത്തുന്നതിനാണ് ഈ ക്ലാസ്. അതാണ് ഈ ക്ലാസ്സിൽ ലക്ഷ്യം. ഒരു ആരോടില്ല, ആരോടുമില്ല, ആരോടല്ലാതെ പറയാം, അള്ളാഹുവിനോടല്ലാതെ. കല്യാണത്തിലേന്ന് വെച്ച ബാക്കി അർത്ഥ ഉരുവിന്റെ സാധനങ്ങളും പണ്ടങ്ങളും കൂട്ടിയിട്ട് മകനും ബാക്കിയുള്ള ചങ്ങായിമാരും കൂടി അപ്പുറത്ത് പോയി മാളിന്റെ മുകളിൽ കയറിയിട്ട് അത് വെച്ചിട്ട് കള്ളുടിക്കണപ്പോൾ പാപ്പായോട് ആരോ വന്ന് പറഞ്ഞ്, അപ്പൊ വാപ്പ പറഞ്ഞ് അതൊന്നൊക്കെ ഇപ്പൊ കണ്ണിമലാനല്ലേ, ഇന്നത്തെ കാലത്ത് കുട്ടികളെ നമുക്ക് ഇല്ലാതെ നടക്കൂല. എന്തുകൊണ്ട്? അതൊന്നും ഇപ്പൊ ഇന്നത്തെ കാലത്ത് നോക്കിയിട്ട് കാര്യമില്ല. ഓരോണം ദേഷ്യപ്പെട്ട ഓരോണ് പോകും, ഓരോണ് ഇറങ്ങിപ്പോകും. പിന്നെ നമ്മക്കാരുള്ളത് പിന്നെ ഈ തവക്കൽതു അലല്ലാഹ്, പിന്നെ അതിന്റെ വയനെന്താ? അപ്പോൾ സ്വതന്ത്രൻ എന്നാൽ ആരാണ് എന്ന് ചിന്തിക്കണം. അള്ളാഹുവിൽ സ്വതന്ത്രനാകണം. എന്റെ കുട്ടികൾ നാട് വിട്ടുപോയാൽ കാര്യം വല്ലാതെ പറഞ്ഞാൽ ഒരാൾ നാട് വിട്ടു. വീടി വലിച്ചപ്പോൾ ഒരു ഉമ്മാനോട് വല്ലാതെ വീടി വലിച്ചപ്പോൾ ബന്ധപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ് വീടി വലി കൂടുതലുണ്ട്, വല്ലാതെ പീടിയന്റെ ബാക്കിൽ വന്നിട്ട് വീടി വലിക്കുന്നുണ്ട്, മറ്റേ പീടിയറ്റാണോ ആവോ, അതുകൊണ്ടൊന്ന് നോക്കിക്കാളി എന്ന് പറഞ്ഞ് ഉമ്മനോട്. അപ്പൊ പറഞ്ഞ് എന്ത് പറഞ്ഞ്? അതൊന്നും ഇപ്പൊ എനിക്കാകെയുള്ള തോനാണ്. നാടിട്ട് പോയാൽ ഞാൻ എന്താട്ടുക? രാവും പകലും നിസ്കാരക്കുപ്പായത്തിലുമാണ്. പിന്നെ ഇനി വയനെന്താ? റബ്ബിനെ വിശ്വസിക്ക്. കമ്പനിയിൽ തിരിച്ചു വന്നപ്പോ കഴിഞ്ഞ് ഒരു വയ്യന്റെ മുന്നില്ല. ഞാൻ പറഞ്ഞു വയ്യ ഉണ്ടാവും, ഇച്ചു പഠിക്കണം, ഞാൻ അവിടത്തെക്കാൾ ഇവിടെ ആവശ്യം ഉണ്ടാവും എന്ന് തിരിച്ചു വന്നു. ഇപ്പോൾ അള്ളാഹുവിന്റെ സഹായത്താൽ ഇവിടെ അള്ളാഹ് വയ്യ തുറന്നു. അൽഹംദുലില്ലാ. ഇപ്പൊ പറയാ പടച്ചോനെ അന്ന് ആ കമ്പനി പിരിച്ചിട്ടതുകൊണ്ടാണ് പെണ്ണുങ്ങളെ കുട്ടികളെ അടുത്ത് മര്യാദയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞത്. എല്ലാ റഹ്മത്തുണ്ടായി. അവിടുന്ന് നഷ്ടം സഹിച്ചു വന്നിട്ട് ഇവിടെ ലാഭം നേടി. ലാഭം കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൾഫ് കേൾക്കേണ്ടതുണ്ടോ? ഇനി ഗൾഫിലെത്തിക്കണം എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞാൽ ഇന്ന് വരെ ഇവരെ ഗൾഫിലെത്തിക്കണം എന്ന് ഞാൻ ദ്വാരന്നിട്ടില്ല. ഇവന് ഗൾഫിലെത്തലാണ് ഖൈറെങ്കിൽ പടച്ചോനെ ഗൾഫിലെത്തിക്ക്. അതല്ല എവിടെയാണ് ഖൈറെങ്കിൽ ഖൈർ തുറന്നെടുക്ക്. ഖൈർ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിന്റെ കാര്യം ആരേറ്റെടുത്തിരിക്കുന്നു? അല്ലാഹ്. ഇതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. ആരാ സ്വതന്ത്രൻ? ആരാണ് സ്വതന്ത്രൻ? ആയുസ് മുഴുവൻ നിസ്കരിച്ചാലും ഈമാൻ തലയെ കയറൂല. ചിലർക്ക് ചിലപ്പോൾ നിസ്കാരം സുന്നത്തൊക്കെ കുറച്ച് കമ്മിയായിരിക്കും, പക്ഷേ ഈമാൻ ഉണ്ടായിരിക്കും. അതിന്റെ റബ്ബുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവും. അൽ ഹുർറു എന്ന് പറയുന്നു. ആരാ സ്വതന്ത്രൻ? ആരാ സ്വതന്ത്രൻ? നമ്മൾ സ്വതന്ത്രൻ. അതാണ് സ്വാതന്ത്ര്യവും. ആ സ്വാതന്ത്ര്യം കൊണ്ടാണ് ലോകം മുഴുവനും പൂങ്കാറ്റ് വിതറാൻ അസ്ഹാബു റസൂലില്ലാഹി റുസ്തുമിന്റെ സേനാനായകനായ പേർഷ്യൻ സേനാധിപതിയായ റുസ്തുമിന്റെ കൊട്ടാരത്തിൽ പോയി സാധുവായ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പിഞ്ഞിപ്പോയ വസ്ത്രം തുന്നിക്കെട്ടിയ മനുഷ്യനാണ് റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. റബീഅയോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സൈന്യവും കൊണ്ട് മദീനയിലേക്ക് തിരിച്ചു പോകാൻ എന്തു തരണം? അപ്പോൾ പറഞ്ഞു, ഈ പരിശുദ്ധമായ സത്യം ഈ പേർഷ്യൻ ജനതയോട് പറയാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. അത് പറ്റില്ല, ഞങ്ങൾ നിങ്ങൾക്ക് ഖജനാവ് പകുത്തു നൽകാം, അത് ഞങ്ങൾക്ക് വേണ്ട. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പകുതിയും നിങ്ങൾക്ക് നൽകാം, വേണ്ട. പേർഷ്യയുടെ കച്ചവട അധികാരത്തിന്റെ മുഴുവനും അധികാരം നിങ്ങളെ ഏൽപ്പിക്കാം. അപ്പോൾ പറഞ്ഞു, അതും ഞങ്ങൾക്ക് വേണ്ട. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മനുഷ്യനെ കണ്ടപ്പോൾ പണത്തിന്റെയും അധികാരത്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞാൽ സ്വാധീനിക്കപ്പെടാം എന്നാണ് വിചാരിച്ചത്. അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു പേർഷ്യൻ സേനാധിപതിയായ റുസ്തുമിനോട് സംസാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. ആരെ? മഹാനായ റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ആ കൂട്ടത്തിലെ ഏറ്റവും ഫഖീറായിരുന്നു റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു. ഒരു ഫഖീറാണല്ലോ, മുതൽ കണ്ടാൽ ഏറ്റവും സ്വാധീനിക്കാം. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ ഒരു മുതലാളിയാണ് എങ്കിൽ എന്ത് വിചാരിക്കാം? മുതലുള്ളത് കൊണ്ട് മൂപ്പര് മുതലാളിയിൽ സ്വാധീനിച്ചില്ല എന്ന് വിചാരിക്കാം. ഇതല്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അക്കാലത്ത് ഏറ്റവും സാധുവായ ഫഖീറാണ് റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു.
മുതലേറാർ വേണ്ട, അധികാരവും ചെങ്കോൽ തരാർ പകുതിയാക്കാർ വേണ്ട. അപ്പോൾ ചോദിച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ പറഞ്ഞു, ഭൗതികതയുടെ ആളുകൾ ഉണ്ടാക്കിയ പാരതന്ത്ര്യത്തിന്റെ കുടിസുകളിൽ നിന്ന് ഇസ്ലാമിന്റെ വിശാലതയിലേക്ക് ജനങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. മനുഷ്യനെ അടിമയാക്കി വെച്ചതിന് പകരമായി മനുഷ്യരെല്ലാം അള്ളാഹുവിന്റെ എല്ലാം സമത്വത്തോടെ അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് ലോകത്തോട് പറയാനാണ് ഞങ്ങൾ വന്നത്. ആ വിവരമൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ പൊട്ടിവിടർന്നു, മുഹമ്മദ്. ആ മനുഷ്യൻ ഞങ്ങൾക്ക് ആത്മാവിന്റെ വിജ്ഞാനം നൽകി. ഞങ്ങൾ അതുവരെ നിങ്ങളെപ്പോലെ മനുഷ്യരുടെ അടിമകളായിരുന്നു. ഞങ്ങൾ അതുവരെ നിങ്ങളെപ്പോലെ സമ്പത്തിന്റെ അടിമകളായിരുന്നു. ആ മനുഷ്യൻ വരുന്നത് വരെ ഞങ്ങൾ നിങ്ങളെപ്പോലെ അധികാരത്തിന്റെയും അധികാര കസേരകളുടെയും അടിമകളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ പൊട്ടിവിടർന്നു, മുഹമ്മദ്. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ വിലയും ദുനിയാവിന്റെ വിലയില്ലായ്മയും ഞങ്ങളെ പഠിപ്പിച്ചു. ആ മനുഷ്യൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു അള്ളാഹുവിന്റെ വിലയും ഞങ്ങളുടെ വിലയില്ലായ്മയും. അപ്പോൾ ഞങ്ങൾ സ്വതന്ത്രരായി. ആര് പറഞ്ഞു? ആമിർ എല്ലാ ഉയരിന്റെയും എല്ലാവരും ഉണ്ടാക്കുന്ന കെട്ടുകുടുക്കുകളിൽ നിന്ന് സ്വതന്ത്രനായി ഒരാൾ പോകുന്നു. ഹുബ്ബൻ വഇറാദതൻ വമൈലൻ വതഅളീമൻ വസ്തിനാസൻ വമുസാകനതൻ വമുലാഹള. എല്ലാ നിലയിലും എല്ലാ പരിഗണന എല്ലാത്തിൽ നിന്നും ഒരാൾ ഇങ്ങോട്ട് വേറിട്ട് വിട്ട് ഒന്നുകൊണ്ട് സ്വതന്ത്രനായി പോന്നു. എന്തിന്? എല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ജബ്ബാറായ അള്ളാഹുവിന്റെ ഹളറത്തിൽ അവൻ മുങ്ങിത്തപ്പാൻ തീരുമാനിച്ചു. അവനാണ് ആര്? സ്വതന്ത്രൻ. അള്ളാഹു തരട്ടെ. എല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ജബ്ബാറായ അള്ളാഹുവിന്റെ ഹളറത്തിൽ മുങ്ങിത്തപ്പാൻ അവൻ തീരുമാനിച്ചു. എവരിൽ നിന്ന് പോന്നു? സൃഷ്ടികളുടെ അടിമത്വത്തിൽ നിന്ന് പോന്നു. സൃഷ്ടികൾക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആര് തീരുമാനിച്ചാലല്ലാതെ അള്ളാഹു തീരുമാനിച്ചാൽ നടക്കും. എന്റെ മണ്ടക്ക് കുത്താൻ നിങ്ങളെല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ മണ്ടക്ക് 2 കുത്തു കുത്തണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അള്ളാഹു തീരുമാനിച്ചില്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ല. ഇനി അള്ളാഹുവിന്റെ മണ്ടെന്ന് വേദനിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളൊക്കെ എന്റെ കയ്യെ പിടിച്ച് കുത്തിയാലും ഒന്നും കണ്ട് എണീക്കുന്ന നേരത്ത് മരപ്പടിങ്കിലും വേദന ഉറപ്പാ. അതാണ് ജബ്ബാറായ റബ്ബിന്റെ താല്പര്യത്തിലും അവന്റെ ഇറാദത്തിലും അവന്റെ ഹളറത്തിലും മുങ്ങിത്തപ്പാൻ തീരുമാനിച്ചാൽ സ്വതന്ത്രനായി. പിന്നെ ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. അല്ലാഹു അല്ലാത്തവരെ പറ്റി അവനൊരു വിവരവും ഇല്ല. അവന്റെ വിവരം മുഴുവൻ ആരിലാണ്? അല്ലാഹുവിലാണ്. അല്ലാഹുവിനെ പറ്റി വിവരം നേടുമ്പോൾ അവന് സന്തോഷം, വേറെയില്ല. അല്ലാഹു തീരുമാനിച്ചാലോ ജബ്ബാറായ അല്ലാഹുവിന്റെ ഹളറത്തിൽ മുങ്ങിത്തപ്പാൻ തീരുമാനിച്ചു. അല്ലാഹു അല്ലാത്തവനെ പറ്റി അവനൊരു വിവരവുമില്ല. അവനാരെ പറ്റി വിവരമുള്ളൂ? അവനെ പറ്റി അവന് വിവരമുള്ളൂ, വേറെ ഒരു വിവരമില്ല, ഒരു വിവരമില്ല. വേറെയുള്ളവരുടെ കൂടെയാകുമ്പോൾ അവനൊരു സമാധാനവും ഇല്ല. അല്ലാഹുവിലാകുമ്പോൾ ഒരു സമാധാനക്കേടും ഇല്ല. അല്ലാഹു അല്ലാത്തവരുടെ കൂടെ അവനൊരു സമാധാനവും ഇല്ല, ഒരു ശാന്തതയും ഇല്ല. ആരെ കൂടെ ഉണ്ട്? നിങ്ങൾക്കറിയോ മുത്തുനബിയുടെ ഒരു ദുആ? മുത്തുനബിയുടെ ഒരു ദുആ മറക്കല്ലേ. മുത്തുനബിയുടെ ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാ ബഅദൽ ഖളാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാ ബഅദൽ ഖളാ. അല്ലാഹുവേ, നീ വിധിച്ചാൽ ഏത് വിധിയിലും അതിൽ തൃപ്തിപ്പെടണമെന്ന മഹാകാര്യം ഞാൻ നിന്നോട് യാചിക്കുന്നു, അതെനിക്ക് നൽകണമേ. ഇതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, അതാണ് ഈ ആഴ്ച പറയുന്നത്. മുസ്തഫ നബിയുടെ ദുആയാണ് എന്ത്? അല്ലാഹു അത് മറക്കരുത്, അത് എപ്പോഴും ദുആക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാ ബഅദൽ ഖളാ. നീ എന്ത് വിധിച്ചാലും അതിൽ എനിക്ക് നീ പൊരുത്തം തരണമേ, ഞാൻ പൊരുത്തപ്പെടുന്ന അവസ്ഥ തരണമേ. എല്ലാവരും നമ്മളെ സ്വീകരിച്ചാലും നിലനിർത്താൻ വിശ്വസിക്കണ്ട. അള്ളാഹ് സ്വീകരിച്ചാലോ സാധുവായ ഫഖീറായ ഒരു താബിഈയായ ആലിമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയി. അദ്ദേഹം വലിയ വിഷമത്തിലായിരുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം വലിയ ഫഖീറായിരുന്നു. ഇനി അവിടുന്ന് പെണ്ണും കിട്ടില്ല.
അത്രയും ഫക്കീറാണ്. പക്ഷെ ഫക്കീറുമായ ആലിമുമായ ഒരു താബിഈ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ വലിയ ഫക്കീറുമായിരുന്നു, പക്ഷെ ആലിമാണ്. ഫക്കീറാണ്. ഭാര്യ മരിച്ചു. ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ വിഷമം, ജീവിക്കാനൊരു സഖിയില്ലാതിരിക്കാനുള്ള വിഷമം വേറെ. തന്റെ ദാരിദ്ര്യത്തിൽ ഒരു മാന്യമായ കുടുംബത്തിന് പെണ്ണ് കിട്ടാനുള്ള സാധ്യതയുമില്ല. മാന്യതയില്ലാത്ത കുടുംബത്തിന് പെണ്ണ് കിട്ടിയാൽ സമാധാനം ഉണ്ടാവില്ല. ഏതായാലും ഉസ്താദിനോടൊന്ന് ദ്വാർക്കാൻ പറയാൻ വേണ്ടിയിട്ട് ഹറമിലെ മുദ്ദരിസായിരുന്ന അത്വാ ഇബ്നു അബീ റബാഹ്, ഹറമിലെ മുദ്ദരിസായിരുന്നു അത്വാ ഇബ്നു അബീ റബാഹ്. ലോകം കണ്ട മഹാനായിരുന്നു അത്വാ ഇബ്നു അബീ റബാഹ്. അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ഫഖീറായ താബിഈയുടെ ഉസ്താദുമാണ്. അങ്ങനെ ഉസ്താദിനോടൊന്ന് ദ്വാർക്കിന്റെ പെണ്ണുങ്ങൾ മരിച്ചു, ഞാൻ വലിയ വിഷമത്തിലാണ് എന്ന് പറയാൻ വേണ്ടി തീരുമാനിച്ചു. എനിക്ക് എല്ലാത്തിനും എന്റെ കൂടെ ഞാൻ മാന്യമായ തറവാട്ടുന്നൊരു പെണ്ണ് കിട്ടി. ഭാഗ്യത്തിന് അവൾ മരിച്ചുപോയി. അവളെ കൊണ്ടുണ്ടാ അവളെ എനിക്ക് മറക്കാൻ കഴിയില്ല. അതൊരു ദുഃഖം. എനിക്കൊരു ജീവിത സഖിയില്ല, വേറൊരു ദുഃഖം. ദ്വാർക്കാൻ വേണ്ടി പോയി. ബഹുമാനപ്പെട്ട അത്വാ ഇബ്നു അബീ റബാഹിന്റെ അടുത്ത് റളിയല്ലാഹു അൻഹു ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, പെണ്ണിട്ടിയോന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് മകളെ കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇനി അത്വാ ഇബ്നു അബീ റബാഹിന്റെ വർത്താനം പറയാം. അത്വാ ഇബ്നു അബീ റബാഹിന്റെ മകളെ കെട്ടാൻ വേണ്ടി രാജാവിന്റെ മകൻ നടക്കുന്നുണ്ട്. പലവട്ടം അത്വാ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്. രാജാവ്, എന്റെ മകനെ നിങ്ങളെ മകളെ കെട്ടണം എന്നുണ്ട്. അക്കാലത്തെ നേതാവാണ് അത്വാ ഇബ്നു അബീ റബാഹ്. പരിശുദ്ധ കഅബാലയത്തിന്റെ തൊട്ടടുത്ത് ദർസ് നടത്തുന്ന താബിഈകളിലെ മുദരിസാണ് അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു. തന്റെ നിങ്ങളെ മകളെ കെട്ടാൻ എന്റെ മകന് വലിയ കൊതിയുണ്ട്, അതുകൊണ്ട് നിങ്ങളെ മകളെ എനിക്ക് എന്റെ മകന് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി പലവട്ടം രാജാവ് ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഒഴിഞ്ഞു മാറിയതാണ് ആര്? അത്വാ റളിയല്ലാഹു അൻഹു. പിന്നെ ഞാൻ ഫഖീറായ ശിശം വരുന്നത്, എന്റെ ഭാര്യ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ ഉടനെ ചോദിച്ചു, കെട്ടിയോ? ഇല്ല. അപ്പോൾ എന്റെ കുട്ടിയെ നീ കിട്ടുമെന്ന് ചോദിച്ചു. മറുപടി ഇല്ലല്ലോ, മൗനം സമ്മതമല്ലേ, ഇങ്ങനത്തെ പറയും. അപ്പോൾ പറഞ്ഞു, അവിടെ ഇരിക്ക്, എന്റെ കയ്യിൽ വല്ലതും തരാൻ പറ്റിയ പെണ്ണിന് കൊടുക്കാൻ പറ്റിയ മഹറാക്കി എന്തെങ്കിലും ഉണ്ടോ? തപ്പിയൊക്കെ 4 ദിർഹം കിട്ടി. അവിടെ ഇരിക്കുക. പുറത്തിറങ്ങി ഉസ്താദ് പാഞ്ഞ് പുറത്തു പോയി അയൽവാസികളായ ആണുങ്ങളെ വിളിച്ച്, എന്റെ പെണ്ണിന് ഞാൻ വിചാരിച്ച പുതിയാപ്പിള വന്നിട്ടുണ്ട്, ഒന്ന് പാഞ്ഞു വരെ, നിക്കാഹ് നടക്കണമെങ്കിൽ സാക്ഷി വേണം. പരിസരത്തുള്ള ആളുകൾ ഓടി വന്ന് അത്വാഇന്റെ മജ്ലിസിലിരുന്ന് പിന്നെ പറഞ്ഞു, രാജാവിന്റെ മകൻ കൊതിച്ചു നടന്ന പെണ്ണിനെയാണ് ആൾക്ക് കിട്ടിയത്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഫഖീറായ മനുഷ്യന് കിട്ടിയത്. എന്തുകൊണ്ട്? കാര്യം ആരേൽപ്പിച്ചു? അള്ളാഹുവിനെ. അവരേത് വിഷമമാണെങ്കിലും ആരേൽപ്പിക്കും? ഇത് എവിടുന്ന് പഠിച്ചു? മുത്തുനബിയിൽ നിന്ന്. എന്താണ് മുത്തുനബിയുടെ ദുആ? മുത്തുനബിയുടെ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. പറഞ്ഞാൻ കിടക്കുന്ന നേരത്തെ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. അല്ലാഹുമ്മ, അല്ലാഹുവേ, എടുത്തു നോക്ക്. ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് തലയണയിലേക്ക് തലവെക്കുന്നതിന് മുമ്പ് ചെല്ലേണ്ട ദുആ അദ്കാറിൽ കാണാം. എടുത്തു നോക്ക്. ഒരു ദുആ ഉണ്ട്. ആ ദുആന്റെ തുടക്കം എങ്ങനെയാണ്? എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്ലംതു നഫ്സി ഇലൈക, എന്റെ നഫ്സിനെ ഞാൻ നിന്നിലേക്ക് കീഴൊതുക്കി. വേറെയുള്ളവരെ പിടിച്ചിട്ട് നിനക്ക് കീഴൊതുക്കി തന്നു. വഫവ്വൽതു അംരി ഇലൈക, എന്റെ കാര്യം ഞാൻ പൂർണ്ണമായും നിന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ എന്നെ ഏൽപ്പിച്ചു, എനിക്കൊന്നുമില്ല, ഞാനെല്ലാം ആരേൽപ്പിച്ചു? എന്നെ ഏൽപ്പിച്ചു. എന്തെങ്കിലും മനസ്സിലാൻ വേണ്ടില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിനെ ഏൽപ്പിക്കുക, അല്ലാഹുവിനെ ഏൽപ്പിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. രോഗം ബാധിച്ചവരുണ്ടാവും, ചികിത്സിക്കണം, അത് അല്ലാഹുവിന്റെ നിയമമാണ്. പക്ഷേ മാറ്റി തരുന്നവനാരാണ്? അല്ലദീ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എന്നെ ഭക്ഷിപ്പിക്കുന്നവനും കുടിപ്പിക്കുന്നവനും അവനാണ്, എനിക്ക് രോഗം വന്നാൽ സുഖപ്പെടുത്തുന്നവനും അവനാണ്. ഒരാൾക്കൊടികാരല്ല. മൂല്യരെ കൊണ്ട് മാറുന്നു വിചാരിക്കണ്ട, തങ്ങളെ കൊണ്ട് മാറുന്നു വിചാരിക്കണ്ട.
ഡോക്ടറെ കൊണ്ടോറും വിചാരിക്കണ്ട. അവരെയൊക്കെ ഹലാലായ നിലക്ക് ആശ്രയിച്ചൂടെ? ആശ്രയിക്കാം. അതൊക്കെ അസ്ബാബുകൾ മാത്രമാണ്. അതിനപ്പുറമൊന്നും ചെയ്തു തരാൻ അവർക്ക് കഴിയില്ല. പിന്നെ അവർ 15 ദിവസം 25 ദിവസം 30 ദിവസം മാറ്റിത്തരും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അള്ളാഹുവിന്റെ ഹദറത്തിൽ മുങ്ങിത്തപ്പി അവർ വലിയാണെങ്കിൽ ചിലപ്പോൾ അവർ ചൊല്ലിയില്ല, ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലു നീ എൻ്റെ അമാനിൽ അതെന്നോ അവർ എന്ന് പറയാവുന്ന ഒരു അധികാരമുള്ള വലിയാണെങ്കിൽ അവർക്ക് പറയാം എന്ത് 2 ആഴ്ച ഒന്ന് മാറും എന്ന് പറയാം. ബാക്കിയുള്ളതോ എന്ത് പറയും? അത് അയാൾക്ക് പൈസ വാങ്ങിയൊക്കെയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഒരു ചികിത്സ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ ദിനം ഞാൻ 2 ആഴ്ച ഒന്ന് മാറ്റിത്തരാം, അല്ലെങ്കിൽ പൊരിയിൽ രോമട്ടാൽ മതി, ആ ഓമങ്ങളിനോട് കൂടെ ഇതൊക്കെ നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. കള്ളനാന്ന് വിശ്വസിച്ചാലേ, പെരുങ്കള്ളനാണ് എന്ന് വിശ്വസിച്ചാലേ, പെരുങ്കള്ളൻ. ഹലാലായ നിലക്ക് വരെ ആശ്രയിച്ചൂടെ? ആശ്രയിക്കാം. ഹലാലായ നിലക്ക് ആശ്രയിക്കാം. അധികാരം ആർക്കാണ്? അവൻ മാത്രമാണ്. അതാണ് എല്ലാവരുടെയും കെട്ടിക്കൊടുക്കുകളിൽ നിന്ന് അവരൊക്കെ ഇവിടെ നമ്മൾ ആമം വെക്കാൻ നോക്കൂ. എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാ. ആരടുത്തേക്ക്? അള്ളാഹുവിന്റെ അടുത്തേക്ക്. ഒരാൾ നിങ്ങളെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചോ, തന്നെ ഞാൻ തകർക്കും, ചിരിക്കണം. തന്നെ ഞാൻ തറപറ്റിക്കുമെന്ന് പറഞ്ഞാൽ ചിരിക്കണം. എന്തുകൊണ്ട്? തറപറ്റിക്കാൻ അള്ളാഹ് തീരുമാനിച്ചാൽ തറപറ്റിക്കും. പറക്കാനാണ് അള്ളാഹ് തീരുമാനിച്ചത്, പറപ്പിക്കും. തറപറ്റിക്കുമെന്ന് ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ ചിരിക്കണം. എന്തുകൊണ്ട്? മാനം നോക്കി, ഇത് മാനത്തൊക്കെ കുറെ കണ്ടു, ഇനി തറ ശരിക്കൊന്ന് കാണാൻ, അതാണ് നല്ലത്. അതിനൊന്നും ബേജാറാവണ്ട. ഒരു കളി പിടിക്കണ്ട, ഒരു തെരി പിടിക്കണ്ട. ആരെയല്ലാതെ അവനല്ലാതെ റബ്ബ് സുബ്ഹാനഹു അവനാണ് സ്വതന്ത്രൻ. ഇത് സ്വാതന്ത്ര്യമല്ല. അല്ലാഹു സ്വതന്ത്രനായ റബ്ബിൽ സ്വതന്ത്രനാവ്. അതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യം ഇല്ല. ഉള്ളത്തെ വൃത്തിയുടെ പുറത്തു പോട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വതന്ത്രൻ ആരാ? അല്ലാഹു അല്ലാത്തവരെ പറ്റിയും അവനൊരു ഉറപ്പില്ല, അറിവുമില്ല. അല്ലാഹു അല്ലാത്തവരിൽ അവന് സമാധാനമില്ല, ഒരു ശാന്തതയും ഇല്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ മാല മാറി മറിക്കുമ്പോഴും മറ്റവരെ പറ്റി ആലോചിക്കും. അള്ളാന്റെ ആയിരിക്കും മിണ്ടാതിരിക്കുമ്പോഴും അള്ളാഹിനെ പറ്റി ആലോചിക്കും. ആ കിരിശ്ശേരി അങ്ങാടിയിൽ നമ്മളെല്ലാവരും വെയിലത്ത് നിന്നിരുന്നു. ഒരു മനുഷ്യൻ ആ കിരിശ്ശേരി പീടിയന്റെ മുകളിൽ ഇങ്ങനെ കത്തിരിപ്പൂട്ടിൽ കാലും വെച്ചിരിക്കും ചെയ്യും. ആ മനുഷ്യൻ ഒന്നും ചൊല്ലൂല, നമ്മൾ രാവും പകരം ചൊല്ലിക്കൊണ്ടേയിരിക്കും. എന്താ? ആ മനുഷ്യൻ വലിയായിരുന്നു. അവർക്ക് ചെല്ലേണ്ട ആവശ്യമില്ല, അവർ സദാസമയം ചെല്ലില്ല. കാരണം അല്ലാഹു അല്ലാത്തവരിൽ അവർക്ക് സുഖമില്ല. അവരാരിലാണ്? നമ്മൾ അള്ളാഹിനെ പറ്റി പറയുമ്പോഴും അല്ലാഹു അല്ലാത്തവരിലാണ്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തന്റെ ഒരു ശിഷ്യനോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് എന്ന് പറയരുത്, എന്നെ സുബ്ഹാനല്ലാഹ് ശിർക്കാണ്, സുബ്ഹാനല്ലാഹ് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? വേറെയുള്ളവരെ പറ്റി ആലോചിച്ചിട്ടാണ് അള്ളാഹിനെ പറ്റി. അള്ളാഹിന്റെ കൂടെ അള്ളാഹിനെ പറയുമ്പോഴും വേറെ തന്നെയാണ് ചിന്തിക്കുന്നത്. സീദിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്ന വിചാരിച്ചിട്ടാണ് അള്ളാഹ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ സുബ്ഹാനല്ലാഹ് എന്താണ്? എന്റെ സുബ്ഹാനല്ലാഹ് ലാ തഖുൽ സുബ്ഹാനല്ലാഹ്, ലാ തഖുൽ സുബ്ഹാനല്ലാഹ്, ഈ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് ഫഇന്ന ഖൗലക സുബ്ഹാനല്ലാഹ് ശിർകുൻ, നിന്റെ സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് ശിർക്കാണ്. എന്തുകൊണ്ട്? ഈ അള്ളാഹിനെ പറ്റി ആലോചിക്കണില്ല, ഈ അള്ളാഹു അല്ലാത്തവരെ ആലോചിക്കണം. അതുകൊണ്ട് ഈ സുബ്ഹാനല്ലാഹ് പറയുന്നത് എന്ന് മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തന്റെ ഒരു ശിഷ്യനോട് പറഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. നമ്മൾ സ്വതന്ത്രരാവണമെങ്കിൽ ഈമാൻ തലയേക്കണ് കയറണം. ഞാൻ പറഞ്ഞല്ലോ ഇത്തഹദ്. അപ്പൊ നിങ്ങളെല്ലാരും വിചാരിച്ച് അതിപ്പോ എളുപ്പത്തിലായല്ലോ, നടക്കൂല. അതിന് കുറച്ച് പണിയുണ്ട്. അതിന് തല്ലണം. ദുനിയാവിന്റെ മുലപ്പാല് കുടിച്ച് നടക്കാൻ നമ്മളെ നഫ്സ് 2 കൊല്ലം മുലപ്പാല് കുടിച്ചവനെ വരെ ഒന്ന് ഒഴിവാക്കണമെങ്കിൽ നല്ല തല്ല് കൊടുത്തിട്ട് ചുണ്ടി ചോരോട് പൊട്ടിച്ചാലേ പിന്നെ അമ്മാന്റെ അടുത്തേക്ക് വരാതിരിക്കുള്ളൂ. നമ്മൾ 19, 10, 60 കൊല്ലം ദുനിയാവിന്റെ മുലപ്പാല് കുടിച്ചാൽ ചെറിയ ഒരു തല്ലൊന്നും മതിയാവൂല. എന്താ ഇവിടെ പ്രശ്നം മനസ്സിലാക്ക്. നടക്കണമെങ്കിൽ ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൽ സ്വതന്ത്രനാകണം. അതിന് തയ്യാറുണ്ടോ? നടക്കും. മകൻ നാടുവിട്ട് പോവുകയാണ്, നിസ്കരിക്കാൻ വല്ലാതെ വിളിച്ചാൽ ഓ നാടുവിട്ടും പോയിക്കോട്ടെ. ഒരു ജീപ്പത്ത് ഹിമാറിനെ പോലെ, ഒരു കൈതയുടെ ശവം പോലെ ഒരുത്തൻ ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല. വിളിച്ചോനെ എണീക്ക്, സുബൈസ്കാർ എണീക്ക്. അപ്പോൾ തള്ള പറഞ്ഞ് സുബൈസ്കാർ ഒപ്പ കിടന്നിട്ടോളൂ, ഓളിയാട്ടാം. കറിയിൽ ഉപ്പ് കുറഞ്ഞാലും ഏറിയാലും അല്ല പെണ്ണുങ്ങളെ മര്യാദ പഠിപ്പിക്കണ്ട്. പടച്ചതമ്പുരാനെതിരാകുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ എന്ത് വിചാരിച്ച് തെണ്ടിക്കാൻ പോയത് കൊണ്ടാണല്ലോ ചെലവ് ചെയ്യുന്നത് എന്ന് പറയുന്ന മനുഷ്യന് പിന്നെ യാ റസാക്ക് യാ റസാക്ക് എന്ന് ദ്വാസമളത്തിന് കുളു 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 എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല.
മൂലയിൽ പറഞ്ഞു നിങ്ങൾ 33 വട്ടം യാ റസാഖ് നീ കളിക്കണം. അപ്പൊ മൂപ്പര് യാ റസാഖ് യാ റസാഖ് യാ റസാഖ് യാ റസാഖ് യാ റസാഖ് എന്ന് പറയുമ്പോഴും അബ്ദുറഹ്മാൻ നയിച്ചുകൊണ്ടാണ് നമ്മളെ ചെലവഴിഞ്ഞു കൊടുക്കുന്ന മൂപ്പരെ വിചാരം. പിന്നെ എന്തിനാടാ ഈ യാ റസാഖ്? അവരെന്ത് കുതിര വിട്ടാലും നിനക്ക് നീ ഉണ്ടൂല. മുതലാളിയോ നേതാവോ എന്ത് തോന്നിയാസം പറഞ്ഞാലും ഈ സിന്ദാബാദ് വിളിക്കും. എന്തുകൊണ്ട്? ഈ മുതലാളിയുടെയും അല്ലെങ്കിൽ ഈ നേതാവിന്റെയും കയ്യിൽ നിന്ന് കിട്ടിയിട്ടാണ് നമ്മളെ പൊരയിൽ തീ കത്തിക്കുന്നത് എന്ന് എന്റെ വിശ്വാസമാകുമ്പോൾ അവർ പിന്നെ യാ റസാഖ് എന്ന് പറയുന്നു. മാനെന്താ? അയാൾ തെറ്റ് പറയുമ്പോൾ അത് ശരിയല്ല മുതലാളി എന്ന് പറയാൻ കഴിഞ്ഞാൽ ശരിയല്ലേ, എന്നാ വണ്ടി വിട്ടോ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഏതായാലും നിങ്ങളെ വണ്ടി ഇറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കുറെ കാലായി, അത് നിങ്ങളെ കൊണ്ടിട്ടുണ്ടായല്ലോ അൽഹംദുലില്ലാഹ്. പിന്നെ ഈ യാ റസാഖിന് ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ, ആ യാ റസാഖ് എന്ന് പറയുന്നതിന് അർത്ഥം ഉണ്ടാവണമെങ്കിൽ റസാഖ് ആരാണ്? അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വാസമില്ലെങ്കിൽ എന്നിട്ട് വേലയുള്ളത്. അപ്പോൾ സ്വതന്ത്രൻ ആരാണ്? അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് അവനൊരു വിവരവും ഇല്ല. എന്തുകൊണ്ട്? അവൻ ആരെ പറ്റിയാണ് അന്വേഷിക്കണത്? ആരെ പറ്റിയാണ് അന്വേഷിക്കണത്? അല്ലാഹുവിനെ പറ്റിയാണ്. അള്ളാഹിനെ പറ്റിയാണ് അന്വേഷിക്കുന്നത്. ആരിപ്പിന് അല്ലാഹു അല്ലാത്ത ഒരാളെയും സമാധാനമില്ല. ആ അവസ്ഥയിൽ എത്താത്ത ഒരാൾക്ക് അള്ളാഹുവിൽ കരാർ ചെയ്യാനോട്ട് കഴിയൂല. പിന്നൊരു ബേജാറുണ്ടാകാൻ പാടില്ല. പിന്നൊരു ബേജാറില്ല. കാരണം കരാർ ചെയ്താരോടാ? അള്ളാഹുവിനോട്. അതെന്നെ ദുആയും നീ എന്ത് വിധിച്ചാലും ഞാൻ സംതൃപ്തനാവുന്ന ഒരവസ്ഥ നീ എനിക്ക് നൽകണമേ, ഞാൻ നിന്നോട് യാചിക്കുന്നു റബ്ബേ. മറക്കരുത് ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാ ബഅദൽ ഖളാ. എന്ത് വിധിച്ചാലും എനിക്ക് തൃപ്തിയാണ്. എന്ത് വിധിച്ചാലും ഞാൻ മരിക്കാനാണോ? മരിച്ചോട്ടെ. മരിച്ചാലെന്താ? അള്ളാഹിന്റെ ഹളറത്തിൽ നേരത്തെ എത്തുന്നല്ലാതെ എന്താണ്? നിനക്കും എനിക്കും എന്ത് പ്രശ്നമുണ്ട്? നിങ്ങളെ ചിന്തിക്കണം, ഇത് തലയെ കേട്ടണം. ആരാണ് ഹുർറ്? ഹുർറ് എന്നാൽ അള്ളാഹുവിൽ സ്വതന്ത്രനായവനാണ്. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് അവന് യാതൊരു, അള്ളാഹു അല്ലാത്തവരെ പറ്റി ഒരറിവുമില്ല. وليس له مع غير الله سكون ولا قرار ولا عن غير الله إخبار ولا عن غير الله إخبار. അവൻ അല്ലാഹുവിനെ അല്ലാത്തവരെ പറ്റി പറയാനുമില്ല. ولا عن غير الله إخبار. അവൻ ആരെപ്പറ്റിയും പറയാനില്ല. ആരെപ്പറ്റി അല്ലാതെ? അവനവൻ അറിയുന്ന ആളെ പറ്റിയല്ലേ അവനവൻ പറയാ. ولا عن غير الله إخبار. അവൻ ആരെപ്പറ്റി അല്ലാതെ ആരെപ്പറ്റി പറയാനില്ല. അല്ലാഹു അല്ലാത്തവരെ പറ്റി ഇവനൊന്നും പറയാൻ ഇല്ല. കാരണം ഇവൻ പഠിച്ചത് മുഴുവൻ ആരെ പറ്റിയാണ്? ഇവൻ ചിന്തിക്കുന്നത് ആരെ പറ്റിയാണ്? അതാണ് വലാ അൻ ഗൈരില്ലാഹി ഇഖ്ബാർ. അല്ലാഹു അല്ലാത്തവരെ പറ്റി ഒന്നും അവന് പറയാനില്ല. വയസീറുൽ ഖൽഖു ഫീ ഐനൈഹി കൽ അബാദിരി അലാ വജ്ഹിൽ മാ. വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന നിസാരപ്പെട്ട പൊങ്ങു വസ്തുക്കളെ പോലെയുള്ള മ്ലേച്ഛമായ നിസാരമായ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന പൊങ്ങു വസ്തുക്കളെ പോലെയല്ലാതെ ഒരു സൃഷ്ടിയെ പറ്റിയും ഇവന് തോന്നിയിട്ടില്ല. വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന മ്ലേച്ഛമായ പൊങ്ങു വസ്തുവിന്റെ അവസ്ഥ എന്താ? വെള്ളം ചലിച്ചാലേ അത് ചലിക്കൂ. അതിന് സ്വയം ഒന്നും ചെയ്യാൻ വയസീറുൽ ഖൽഖു, എല്ലാ സൃഷ്ടികളും ഫീ ഐനൈഹി, അല്ലാഹുവിന്റെ ആരിപ്പായ മനുഷ്യന്റെ കണ്ണിൽ ഏത് സൃഷ്ടിയും കൽ അബാഇരി അലാ വജ്ഹിൽ മാഇ, വെള്ളത്തിന്റെ മുകളിലുള്ള മ്ലേച്ഛമായ നിസ്സാര വസ്തുക്കളെ പോലെയായിരിക്കും. ഒഴുക്കിൽ പെട്ടിട്ട് സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി വരുമ്പോ, പ്രചണ്ഡമായ ജലപ്രവാഹം വരുമ്പോ അതിന്റെ മുകളിൽ വൃത്തികേടുകള് ഇങ്ങനെ പോകുമല്ലോ, ഈ നിസ്സാരപ്പെട്ട കട്ടകളും മ്ലേച്ഛമായ വസ്തുക്കളും നരകളും ഒക്കെ. അതിനെപ്പറ്റി നമുക്ക് വലിയ ചിന്തയുണ്ട്. എന്തുകൊണ്ട്? അതിനൊന്നിനും കഴിയില്ല. ആർക്കല്ലാതെ? വെള്ളം ചലിച്ചാലല്ലാതെ. ഇതാണ് എല്ലാ സൃഷ്ടികളെ പറ്റിയും ഇത്തരം ആളുകളുടെ അവസ്ഥ. എന്തുകൊണ്ട്? അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആര് വിചാരിച്ചാലല്ലാതെ. ഈ ചിന്തയിലാണ് ആരാണിപ്പോൾ എന്നിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ പറഞ്ഞപ്പോൾ മുത്തുനബി ചിരിച്ചത്. അല്ലാതെ അതൊരു വാക്കല്ല, അത് ഒരു ഈമാനിൽ നിന്ന് പുറത്തു വന്നതാ. വാള് കൈ പിടിച്ച മനുഷ്യനെ മുത്തുനബിയോട് അതിന് ശത്രുവായ, ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത തനി ഒരു പദവി, ക്രൂരനായ പദവി, വാള് കൈ പിടിച്ചു വെച്ചു മയ്യാസിബുക്കമിന്നീൻ, ആരാണ് മുഹമ്മദേ നിന്നെ എന്നിൽ നിന്നിപ്പോ സംരക്ഷിക്കാൻ? അതിൽ അല്ലാഹു ആണ് ചിരിച്ചു. നമ്മളോട് വെച്ചാലോ? നമ്മളോട് വെച്ചാൽ അള്ളാഹുവിന്റെ അയൽപ്പായ മനുഷ്യന്റെ അവസ്ഥ എന്താ? അല്ലാഹ്. ആരെ രക്ഷപ്പെടുത്താം? അല്ലാഹ്. അല്ലാഹ്.
നീ അല്ലാഹു തആല ആ മനുഷ്യനും അപ്പോൾ മരിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇവൻ വെട്ടിയിട്ടില്ലെങ്കിലും തേങ്ങാക്കൊല കൊണ്ടെങ്കിൽ മരിക്കും. അള്ളാഹുവിനെ മരിപ്പിക്കാൻ തീരുമാനിച്ചത് ആ സമയത്താണെങ്കിൽ ഇവൻ വാൾ ഉറയിലിട്ടാലും തേങ്ങ കൊണ്ടിട്ട് മരിക്കും. അവൻ വെട്ടിയപ്പോ പരിക്കുണ്ടായി, കൊല്ലാനൊന്നും അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അവനിങ്ങനെ അന്തപ്പെട്ട് നടക്കുന്ന ഒരുത്തനെ കൊല്ലാൻ വന്നു, പിന്നെ കൊന്നതൊന്നുമില്ല, വാളുകൊണ്ട് ഒന്ന് വീശി, അപ്പൊ ചെറിയൊരു പരിക്ക് പറ്റി. വീശിയും പോയി, നാട്ടുകാരെല്ലാരും കൊണ്ട് ആശുപത്രിയിലാക്കി. 2 ആഴ്ച കഴിഞ്ഞു, 4 ആഴ്ച കഴിഞ്ഞു, ആശുപത്രിയിലൊക്കെ പരിചയപ്പെട്ടു. മുറിയൊക്കെ ഉണങ്ങിയപ്പോൾ സൂപ്രണ്ടും മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട സൂപ്രണ്ടും ഡോക്ടർമാരൊക്കെ പറഞ്ഞു, ഇവിടെ പറ്റും, ഇവിടെ പിയൂണാണെന്ന് വെച്ച്. 2 മാസം 4 മാസം ഡെയിലി വേജസ്, പിന്നെ പെർമനന്റ് ആക്കാറും ആയിക്കോട്ടെ. അപ്പോൾ വേറെത്തം വെട്ടിയതുകൊണ്ട് പെർമനന്റ് പണിയിട്ട്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എന്നോട് ആശുപത്രിയിൽ പണിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പണിവെക്കുന്നു, അതൊന്നും നമുക്ക് ശരിയാവില്ല. ഇതൊരു മാസം ആശുപത്രിയിൽ കടത്തിയിട്ട് അല്ലാഹു തആല ഇവനെ ഡോക്ടർമാരെ ചങ്ങാതിയാക്കി. ഇപ്പൊ ഡോക്ടർമാർക്ക് ഇവനെയും വിടാൻ വയ്യ, ഇവന് ഡോക്ടർമാരെയും വിടാൻ വയ്യ. നീ ഇവിടെ എങ്ങനെ വിടുന്ന? ഒരു മാസം കഴിഞ്ഞാൽ പോണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ റൊട്ടിയും പാലും ഇവിടുത്തെ വർത്താനം ഇവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ കണ്ടപ്പോഴാണ് അയ്മനാണ് ലയിച്ച്. നാട്ടിലേതായാലും പണിയില്ല, പെണ്ണുങ്ങൾ ആക്ഷേപവും, നിങ്ങളൊന്നിനും പറ്റൂല, നിങ്ങളെ പെരടിയിലാണല്ലോ ഞാൻ കുടുങ്ങിപ്പോയത്, നിങ്ങളെ കൊണ്ടാണല്ലോ നല്ല നല്ല പണിയുള്ള സർക്കാരിന്റെ ജോലിയുള്ള ആളുകൾ എന്നെ അന്വേഷിച്ചു വന്നതാണ്, അവസാനം അരക്കാശിന് വെച്ചാറ്റ നിങ്ങളെ തലയിലാണല്ലോ, എന്റെ തലയിൽ പിടിച്ചിന്റെ വാപ്പ കെട്ടിത്തന്നത്. പഠിച്ചോനെ എനിക്ക് മരിച്ചിട്ടിയ മതിയായിരുന്നു പെണ്ണുങ്ങൾ പറയുന്ന രാവും പകലും കേൾക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് വേറെത്തിനൊന്ന് കത്തിയോണ്ട് വീശി ആശുപത്രി പോയത്. എന്നാ ഏതായാലും ഇവളെ ചീത്തയെ കണ്ടല്ലോ എന്ന് വിചാരിച്ച് 1 മാസം അവിടെ കിടന്ന് അതോടുകൂടെ പോലെ ഒന്നായി. ആര്? ഡോക്ടർമാരും വരും. പിന്നെ പിന്നെ അവിടുന്ന് പോരാൻ വയ്യ, ഡോക്ടർമാർക്ക് പിന്നെ വിടാനും വയ്യ. ഡോക്ടർമാർ പറഞ്ഞ് 500-550 റുപ്യ ആദ്യം ഡെയിലി വേജസിൽ കിട്ടും, പിന്നെ 10,000, 28,000, 30,000 റുപ്യ മാസത്തിൽ ശമ്പളം കിട്ടും, പെർമനന്റ് ആക്കി തരാ. ഇവിടെ പാർത്ത കുഞ്ഞാൻ പറയാം. അൽഹംദുലില്ലാ, അപ്പൊ വേറൊരുത്തം പറ്റിയുണ്ട്, പണിയായി, നല്ലൊരു പണി കിട്ടി, 5 അക്ക ശമ്പളം കിട്ടി, പെണ്ണുങ്ങളെ ചീത്ത ഒഴിവാക്കി കിട്ടി. ആ ജോലി ഇങ്ങനെ ഏറ്റ് കുഞ്ഞുമായി മടങ്ങി വരുമ്പോൾ പെണ്ണുങ്ങൾ ആ പഴയ കാലത്ത് കെട്ടിക്കൊണ്ടുവന്ന ആ ചൊറുക്കിൽ ഇങ്ങനെ നിൽക്കുക. എന്തുകൊണ്ട്? ഇപ്പൊ പുതിയാപ്പളല്ല, ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥൻ. നേരെ മറിച്ച് ആശുപത്രിയിൽ ഒരു ഗുമസ്തന്റെ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു കമ്പൗണ്ടർ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും നടക്കൂല. എന്നായി ആ ഡോക്ടർമാരുടെ സ്വഭാവം വളരെ മോശ. അപ്പോഴാണ് ഒരാൾ വെട്ടിയിട്ട് ഒരാൾ ആശുപത്രി കിടന്നപ്പോഴാണ് ഡോക്ടർമാരുടെ സ്വഭാവം നല്ലതാണ് മനസ്സിലായത്. ഇവരങ്ങനെ ഒന്നായി, പണിയായി, ശമ്പളമായി. പിറ്റേന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്ത് പെണ്ണുങ്ങളെ പഴിച്ചെന്നപ്പോൾ അല്ലാഹ് 1-ാം സൽക്കാരത്തിലില്ലാത്ത ബഹുമാനം. കാരണം പഴയ കുഞ്ഞുമയമതല്ല. ആര് തീരുമാനിച്ചു? ഇപ്പൊ വീടടക്കുന്ന ആളുകൾ ഏറ്റുകൊണ്ടുവന്ന് ആശുപത്രിയിലാക്കി, അവിടെ പെർമനന്റ് സർക്കാർ ഉദ്യോഗസ്ഥനായി തിരിച്ചുപോയി. ആര് തീരുമാനിച്ചു? അതന്നെ. അപ്പോൾ ഭൗതികതയുടെ പാരതന്ത്രത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹുവിനല്ലാതെ ഒരധികാരവും ഇവിടെ ഇല്ല. അവനെ പൊരുത്തപ്പിടിച്ചാലല്ലാതെ രക്ഷപ്പെടാൻ കഴിയുകയില്ല. അവനേക്കാൾ വലിയ കൂട്ടുകാരൻ ഇല്ല, അവനേക്കാൾ വലിയ അധികാരിയും ഇല്ല, അവനെ പോലെ തീരുമാനിക്കാൻ ആർക്കും കഴിയില്ല എന്ന രൂഢമൂലമായ വിശ്വാസത്തിന് ശേഷമല്ലാതെ ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കാൻ കഴിയുകയില്ല. ബാക്കി അടുത്ത ക്ലാസ് പറയും. കഴിഞ്ഞിട്ടില്ല, ഒരു 10 ക്ലാസ്സെങ്കിലും ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടില്ല, അതിന്റെ ബാക്കി അടുത്ത ക്ലാസ് പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. മനസ്സറിഞ്ഞ് ചിന്തിച്ച് വേണം ഈ ക്ലാസ് ആത്മാവിന്റെ ഒരു മധുര ചഷകമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് നഫ്സിനെ കൊണ്ടുപോകി അതിനെ ഉരച്ച് ശുദ്ധീകരിച്ച് അള്ളാഹുവിന്റെ ചിന്തയിൽ മാത്രമാകുന്ന ഒരടിമയുടെ അവസ്ഥ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ.